ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഇക്വിലിബ്രിയത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രിൻസിപ്പിൾ പഠിക്കണം, ലേ ചാർലിസ് പ്രിൻസിപ്പിൾ. അത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് തിയറി പാർട്ടുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ലേ ചാർലിസ് പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മള് ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടത്തുമ്പോൾ ആ റിയാക്ഷന്റെ എയിം എന്ന് പറയുന്നത് മാക്സിമം അവരുടെ റിയാക്ടൻസ് എന്താക്കി മാറ്റണം? പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. നമുക്ക് കിട്ടേണ്ടത് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് എല്ലാവരും ഫേവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് കൺവേർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. അവിടെ എനർജിയുടെ ആ യൂസും എന്തായിരിക്കണം? കുറവായിരിക്കണം. അതും കുറച്ചിട്ട് വേണം. എനർജി ഒത്തിരി കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കും. ഓക്കെ, അപ്പോ കുറച്ച് എനർജി വെച്ചിട്ട് മാക്സിമം നമ്മുടെ റിയാക്ടൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുക. അതാണ് ഓരോ കെമിക്കൽ റിയാക്ഷനും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മിനിമം ടെമ്പറേച്ചറിൽ അല്ലെ മൈൽഡ് ടെമ്പറേച്ചറിൽ പ്രഷറിൽ ആ ഒരു മിനിമം കണ്ടീഷനിൽ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റ് കിട്ടുക. ഇപ്പോ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ സിസ്റ്റത്തിൽ കുറച്ച് നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ആ ഒരു മിനിമം എക്സ്പെൻഡിച്ചർ എന്ന ആ ഒരു എയിമിലോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് നമ്മുടെ എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനെ ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജിയുടെ എക്സ്പെൻഡിച്ചർ കുറച്ച് പ്രൊഡക്റ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഇവിടെ ഹേബേഴ്സ് പ്രോസസ് ആണ് അമോണിയയുടെ സിന്തസിസിനുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് അമോണിയ കെമിക്കൽ ഫീൽഡിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പൊ അമോണിയ നമുക്ക് കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ കണ്ടീഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോ ലേ ചാർലിസ് പ്രിൻസിപ്പിൾ വെച്ച് അമോണിയയുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് എന്തൊക്കെ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തുമായിക്കോട്ടെ അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോ നമ്മൾ ഇനീഷ്യലിനല്ല ഡിപ്പെൻഡ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ആ സിസ്റ്റത്തിൽ ഒരു റിയാക്ടിങ് സബ്സ്റ്റൻസ് നമ്മൾ റിയാക്ടൻസിൽ എന്ത് ചെയ്തു? കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ സിസ്റ്റം പിന്നെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയല്ല. ഇനീഷ്യൽ എക്സ് ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഓക്കെ, ഞാൻ പിന്നെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് X+1 എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അതായത് ആ എക്സ് എന്നുള്ള ആ ഇനീഷ്യൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കപ്പോ കിട്ടുന്നത് പുതിയൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ അവർ പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ടാണ് എത്തുന്നത്. ആ പഴയ സ്റ്റേറ്റിൽ അവരിനി ഇരിക്കുകയല്ല. എക്സ് എന്നുള്ള ആ സ്റ്റേറ്റ് വഴി പോയ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കുകയല്ല X+1 ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, നമ്മുടെ റിയാക്ടിങ് സബ്സ്റ്റൻസസുകൾ അല്ലെങ്കിൽ റിയാക്ടൻസിനെ അവരുടെ കോൺസെൻട്രേഷനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം പിന്നെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുകയല്ല. ഓക്കെ, അപ്പോ അത് പിന്നെ നടക്കുന്നത് എന്തിനായിരിക്കും അവർ ശ്രമിക്കുക? അവരുടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിരിക്കും അവർ പിന്നെ ശ്രമിക്കുക. ഇക്വിലിബ്രിയം ഞാനത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വേറെ ഏതെങ്കിലും ഒക്കെ ഡയറക്ഷനിലൂടെ ഒക്കെ ഫോർവേഡോ റിവേഴ്സോ അത് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനുകളിലോടൊക്കെ പോയി കഴിഞ്ഞ് ലാസ്റ്റ് അവർക്ക് എന്തിൽ നിൽക്കണം? അവർക്ക് ഇക്വിലിബ്രിയത്തിൽ വന്ന് തന്നെ നിൽക്കണം. അപ്പൊ അവര് ആ സിസ്റ്റം എന്ത് ചെയ്യും? അവരുടെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്തിട്ട് അവർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് വരെ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ കോൺസെൻട്രേഷൻ, നമ്മളെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന കേസിലാണ് ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്താലും നമ്മുടെ ഇക്വിലിബ്രിയം എന്താവും? ഡിസ്റ്റർബ്ഡ് ആകും. ഓക്കെ, അപ്പൊ ഈ എങ്ങനെയാണ് ഇവര് തിരിച്ച് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ള ആ ഒരു ആ ഒരു പാത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലേ ചാർലിസ് പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ ഈ റിയാക്ഷൻ ഏത് മെത്തേഡ് സ്വീകരിച്ചിട്ടാണ് തിരിച്ചവരുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക്, അല്ലെങ്കിൽ ആ ചേഞ്ച് നമ്മൾ കൊടുത്ത ആ ഇക്വിലിബ്രിയം കണ്ടീഷനെ നള്ളിഫൈ ചെയ്യുക, അതിനെ കൗൺട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്ത ആ ചേഞ്ചിനെ കൗൺട്രാക്ട് ചെയ്യാൻ, ഇല്ലാതാക്കാൻ അവർ ഏത് മെത്തേഡാണ് സ്വീകരിക്കുന്നത്
ആ ഒരു മെത്തേഡിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേ ചാർലീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി എന്താണ് ലേ ചാർലീസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഞാനിപ്പോ ഇക്വിലിബ്രിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ചേഞ്ച് വരുത്തിയത്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും ചേഞ്ച് വരുത്തത്. എന്തുമായിക്കോട്ടെ, ഞാൻ ആ സിസ്റ്റത്തിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആയ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, അവരെയെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു. അതിലേതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യാൻ തുടങ്ങും? സിസ്റ്റം നമ്മൾ കൊടുത്ത ആ ചേഞ്ചിനെ റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ, കൗൺട്രാക്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ സിസ്റ്റം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ലേ ചാർലീസ് പ്രിൻസിപ്പിൾ വെച്ച്, അത് ഓരോന്നിലും അവർ ഓരോ രീതിയിലാണ് കേട്ടോ. അതായത് റിയാക്ടൻസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചേഞ്ച് വരുത്തുമ്പോൾ ഉള്ള ആ രീതിയിലല്ല ടെമ്പറേച്ചറിലും പ്രഷറിലും ചേഞ്ച് വരുത്തുമ്പോൾ അവര് കൗൺട്രാക്ട് ചെയ്യുന്നത്. അത് ഓരോന്നിലും ഓരോ രീതിയിലാണ്. ഇപ്പം ഏത് രീതിയിലാണെങ്കിലും സിസ്റ്റം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കും, എനിക്കിത് റെഡ്യൂസ് ചെയ്യണം, എനിക്കിത് കൗൺട്രാക്ട് ചെയ്യണം, സ്റ്റാൻഡ് എടുത്തിട്ട് അവര് തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അതാണ് ലേ ചാർലീസ് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അതേപടി പഠിച്ചു വെക്കുക. It states that a change in any of the factors that determine the equilibrium conditions of a system will cause the system to change in such a manner so as to reduce or to counteract the effect of the change. സെന്റൻസ് കാണുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നും, പക്ഷെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ആ ചേഞ്ചിനെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് അവര് ശ്രമിക്കും. ഓക്കെ, ഇത് നമുക്ക് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിലും കെമിക്കൽ ഇക്വിലിബ്രിയത്തിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ് ഈ ഒരു ലേ ചാർലീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, പിന്നെ നമ്മളിനി ഓരോ എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്, പ്രഷർ ചേഞ്ച്, അങ്ങനെ ഓരോന്നും നമ്മൾ കാണും. നിങ്ങൾ ഫസ്റ്റ് എന്താണ് ലേ ചാർലീസ് പ്രിൻസിപ്പിൾ, അവരുടെ എയിം എന്താണ്? അപ്പൊ ഞാന് നമ്മുടെ റിയാക്ടൻസിന്റെയോ പ്രൊഡക്ട്സിന്റെയോ കോൺസെൻട്രേഷൻ കൂട്ടി, അപ്പോ അവിടെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും? അത് കൂട്ടിയത് കൊണ്ടല്ലേ ഡിസ്റ്റർബ്ഡ് ആയത്, അത് കുറയ്ക്കാൻ നോക്കും. അപ്പൊ അത് കുറയ്ക്കാൻ നോക്കുന്ന ആ ഡയറക്ഷനിലോട്ട് അവർ പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ ചേഞ്ചിനെ അവര് ഇല്ലാതാക്കാൻ വേണ്ടി അവര് ശ്രമിക്കും. അതാണ് ലേ ചാർലീസ് പ്രിൻസിപ്പിൾ. അതിൽ തന്നെ ഫസ്റ്റ് എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ചേഞ്ചില് ഇവർ എന്ത് മെത്തേഡാണ് സ്വീകരിക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇക്വിലിബ്രിയം എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയുക? ഒന്നെങ്കിൽ റിയാക്ടന്റിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റിയാക്ടന്റിനെ റിമൂവ് ചെയ്യാം. എന്ത് ചെയ്താലും കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു. റിയാക്ടന്റിൽ മാത്രമല്ല പ്രൊഡക്റ്റിലും നമുക്ക് ഈ ഒരു ചേഞ്ച് വരുത്തിക്കാം. പ്രൊഡക്റ്റില് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറച്ച് റിമൂവ് ചെയ്ത് മാറ്റാം. ഇത് ഏത് ചെയ്താലും ഇക്വിലിബ്രിയം അവിടെ ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ, അപ്പോ നമ്മുടെ ലേ ചാർലീസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ റിയാക്ടന്റോ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യാൻ നോക്കും? ആ ആഡ് ചെയ്ത പ്രൊഡക്റ്റിനെ കൺസ്യൂം ചെയ്യാൻ നോക്കും. ആ ഒരു ഡയറക്ഷൻ അവര് ഫോളോ ചെയ്യും. നമ്മൾ ആഡ് ചെയ്ത റിയാക്ടന്റോ പ്രൊഡക്റ്റോ ആയിക്കോട്ടെ, അതുമൂലം ഉണ്ടായ ആ ഒരു കോൺസെൻട്രേഷൻ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ അവർ ഏത് ഡയറക്ഷനിൽ പോകും? ആ ആഡ് ചെയ്ത സബ്സ്റ്റൻസിനെ കൺസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് അവർ പോകും. ഇനി ഞാൻ ഒരു റിയാക്ടന്റോ പ്രൊഡക്റ്റിനെ റിമൂവ് ചെയ്തു, ആ റിമൂവ് ചെയ്തത് മൂലം ഉണ്ടായ ആ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റർബൻസിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്തതിനെ വീണ്ടും റീപ്ലെനിഷ് ചെയ്യാൻ, വീണ്ടും റിന്യൂ ചെയ്യാൻ, ആഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെത്തേഡിലോട്ട് അവർ സ്വീകരിക്കും. അതിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് അവര് സ്വീകരിക്കും. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരാളെ മതി. എ ഗിവിംഗ് സി, ഇതെന്റെ റിയാക്ടന്റ്, ഇതെന്റെ പ്രൊഡക്റ്റ് ആണെന്ന് വെക്കുക. എ എന്ന് പറയുന്ന റിയാക്ടന്റ്, സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ എന്റെ റിയാക്ടൻസിനെ ഇൻക്രീസ് ചെയ്തു.
റിയാക്ടൻസിനെ കുറച്ച് അവൻ ആഡ് ചെയ്തു. അപ്പൊ റിയാക്ടൻസ് ആഡ് ചെയ്തപ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ആഡ് ചെയ്ത റിയാക്ടന്റിനെ ഉപയോഗിക്കാൻ നോക്കും, അല്ലെ? കൺസ്യൂം ചെയ്ത് അതിനെ കുറയ്ക്കാൻ നോക്കും. അപ്പൊ അതെങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്? അത് ഫ്രണ്ടിലോട്ട് അതിനെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്താൽ പോരെ? ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്താൽ എന്താകും? ആ എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് എന്തായിക്കോളും? സി ആയിക്കോളും. അപ്പൊ നമ്മുടെ റിയാക്ടന്റ് കുറഞ്ഞു കിട്ടിയല്ലേ? അപ്പൊ ഈ ഒരു കേസിൽ റിയാക്ടന്റ് കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റം ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും പോവുക? ഫോർവേഡ് ഡയറക്ഷനിലോട്ടായിരിക്കും പോവുക. ഞാൻ റിയാക്ടന്റിനെ ഒന്നും ചെയ്യുന്നില്ല, പ്രൊഡക്റ്റിനെ ഇൻക്രീസ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ പ്രൊഡക്റ്റിനെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാൻ ഏത് ഡയറക്ഷനിലോട്ട് പോകണം? തിരിച്ച് റിയാക്ടന്റ് സൈഡിലോട്ട് പോയാൽ പോരെ റിയാക്ഷൻ, അതായത് റിവേഴ്സ് റിയാക്ഷനിൽ പോയാൽ പോരെ? അപ്പൊ അവിടെ ആര് കൂടിക്കോളും? എ കൂടിക്കോളും, സിയുടെ വാല്യൂ കുറഞ്ഞോളും, ലാസ്റ്റ് അത് ഇക്വിലിബ്രിയത്തിൽ അറ്റൻഡ് ചെയ്തോളും. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു കേസ് ഓരോ ക്വസ്റ്റ്യൻസിൽ അത് ഓരോ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഞാനത് ആഡ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ഇനി ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കേസില് ഞാൻ സിയെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ ആഡ് ചെയ്തു. അപ്പൊ സി ഇവിടെ കുറഞ്ഞു വരുവാണ്. സി ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുക. അപ്പൊ സി കുറഞ്ഞാൽ അവര് സിസ്റ്റം എന്തിനു ശ്രമിക്കും? അത് കൂട്ടാൻ നോക്കും. സി കൂടണമെങ്കിൽ അത് ഏത് റിയാക്ഷനിലോട്ട് വരണം? റിവേഴ്സ് റിയാക്ഷനിലോട്ട് പോകണം, എങ്കിലേ സി അവിടെ കൂടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് നമ്മൾ ബിനെയോ ഡിനെയോ കുറച്ചാലും നടക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോ റിയാക്ടൻസിന്റെയോ പ്രൊഡക്ട്സിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ കോൺസെൻട്രേഷന് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം മിക്സ്ചർ എന്തിന് ശ്രമിക്കും? ആ കോൺസെൻട്രേഷൻ ചേഞ്ചിനെ മിനിമൈസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. When the concentration of any of the reactants or products in a reaction at equilibrium is changed, the composition of the equilibrium mixture changes so as to minimize the effect of concentration changes. അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ വേറൊരു നല്ലൊരു എക്സാമ്പിൾ എടുത്ത് പറയുവാണ്. H2 + I2 giving 2HI. ഓക്കെ, ആ ഒരു എക്സാമ്പിളില് ഞാൻ ഇവിടെ ആരെയാണ് ആഡ് ചെയ്യുന്നത്? H2നെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഓക്കെ, H2നെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇക്വിലിബ്രിയം അവിടെ ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ അത് റീസ്റ്റോർ ചെയ്യണം, വീണ്ടും അത് റിന്യൂ ചെയ്യണമെങ്കിൽ, ആ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ പോകണം? H2 കൺസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിൽ പോകണം, അല്ലെ? അതായത് H2 കൺസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഈ H2 I2 കുറെ അങ്ങ് റിയാക്ട് ചെയ്ത് HI ഫോം ചെയ്യുന്ന റിയാക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ H2 അവിടെ കുറഞ്ഞോളുമല്ലോ. കാരണം I2 ആയിട്ട് അവർ റിയാക്ട് ചെയ്ത് H2ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞോളും. അപ്പൊ ഇത് ഏത് ഡയറക്ഷനിലോട്ട് അവർ പോകും? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോകും. H2 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ H2നെ ഡിക്രീസ് ചെയ്യാനായിട്ട് അവരെ കൺസ്യൂം ചെയ്യുന്ന ഡയറക്ഷൻ ഫേവർ ചെയ്താൽ മതി. അത് ഏത് റിയാക്ഷൻ ആണ്? ഇവിടെ ഫോർവേഡ് ഡയറക്ഷനിലാണ് അവർ പോകുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എന്താ ഒരു പ്രൊഡക്റ്റിനെ ഇപ്പൊ ഞാൻ HIനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ HIനെ കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ബാക്ക്വേർഡ് റിയാക്ഷനിലോട്ട് റിയാക്ഷൻ പോയാൽ മതി, അല്ലേ? നോക്കോളൂ, ഇനി ഒരു ഗ്രാഫ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമ്മളൊരു റിയാക്ടന്റിനെയോ ഒരു പ്രൊഡക്റ്റിനെയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയൊരു ഇക്വിലിബ്രിയം ഇവിടെ റീഎസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞു. ആ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത ഇക്വിലിബ്രിയം നമ്മുടെ മുന്നത്തെ ആ ഇക്വിലിബ്രിയത്തിന്റെ പോലെ ഈക്വൽ ആണോ? അതായത് നിങ്ങൾ ഈ ചാർട്ടിൽ നോക്കുമ്പം ഇതാണ് പുതിയ ഇക്വിലിബ്രിയം, അല്ലെ?
ഇതാണ് പഴയ ഇക്വിലിബ്രിയം. ഇത് രണ്ടും സെയിം ആണോ? അല്ല. ഇവിടെ ഇത്രയും ഒരു ചേഞ്ച് ഇല്ലേ? കണ്ടില്ലേ? ഇത്രയും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? അതായത് മുന്നേ ഉള്ള ഇക്വിലിബ്രിയത്തിനേക്കാളും കുറച്ച് കൂടിയ ഹൈ ലെവലിലല്ലേ ഇവർ നിൽക്കുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം റീഎസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ആ നോർമൽ ഇക്വിലിബ്രിയത്തിലോട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് നേരത്തെ അത് ആഡ് ചെയ്യുന്നതിന് മുന്നേ എന്തോരം ഉണ്ടായിരുന്നോ അതിനേക്കാൾ കുറച്ചും കൂടെ ഹൈ ആയിട്ടല്ലേ ഇത് നിൽക്കുന്നത്. നമ്മൾ ഇക്വിലിബ്രിയം ഇവിടെ ഇതായിരുന്നു പഴയത്. ഇത് പുതിയതായപ്പോൾ ഇവർക്കൊരു കുറച്ചും കൂടെ എന്നാ ഹൈ ആയി. പക്ഷേ ഇത് എന്തിനേക്കാളും ലോ ആണ്. നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തെ, അതായത് ഇതാണ് ആഡ് ചെയ്തപ്പോൾ ഉള്ളത്. ഞാൻ കുറച്ച് H2 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആഡ് ചെയ്തപ്പോ ഇത്രയും ഹൈയിലാണ് ആഡ് ചെയ്തത്. അവിടുന്ന് പിന്നെയും കുറയും അല്ലേ? കണ്ടില്ലേ? അതാ ഗ്രാഫിൽ നോക്കിയാൽ അവിടുന്ന് ആ ആഡ് ചെയ്തത് പിന്നെയും കുറഞ്ഞു വരും. കുറഞ്ഞിട്ട് അവര് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. പക്ഷെ നോർമൽ ഉണ്ടായിരുന്ന ആ ഒരു ഇക്വിലിബ്രിയത്തിലോട്ട് അവര് തിരിച്ചു വരുവേല. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇനീഷ്യൽ എന്റെ 10 മോളായിരുന്നു ഉണ്ടായിരുന്നെന്ന് വെക്കുക. ഞാനപ്പോ അതിനകത്തോട്ട് 15 ആഡ് ചെയ്തു. 15 ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഫൈനൽ ഇവര് ഒന്നെങ്കിൽ 12 അല്ലെങ്കിൽ 13 ആ ഒരു റേഞ്ചിലേ അവരുടെ വരുവുള്ളൂ. ഈ 15ന്റെ അത്രയും നിൽക്കുകയും ഇല്ല. അത് നമുക്ക് ആ ഗ്രാഫിൽ കാണാം അല്ലെ? ആ 15 ആഡ് ചെയ്തത് അത്രയും വെച്ചിട്ടാണോ ഇക്വിലിബ്രിയം ആയത്? അല്ല. ആ ആഡ് ചെയ്തതിന്റെ അകത്തുനിന്ന് വീണ്ടും കുറയും. കുറഞ്ഞിട്ടാണ് അവര് വീണ്ടും ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ആ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയത്തിന്റെ അത്രയും എത്തുകയും ഇല്ല. ഓക്കെ അല്ലേ? നിങ്ങൾ ഈ ഒരു വാല്യൂസ് ഞാൻ പറഞ്ഞില്ലേ 10, 15 അത് വെച്ച് ഓർത്താൽ മതി. ഇനീഷ്യൽ ഇവിടെ 10 ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇനീഷ്യൽ ഇവിടെ 10 ഉണ്ടായിരുന്നു. ഞാൻ ആഡ് ചെയ്തത് 15 ആഡ് ചെയ്തു. ഓക്കെ, 15 ആഡ് ചെയ്തു. 15 ആഡ് ചെയ്ത് അവർ അതിൽ നിന്ന് വീണ്ടും കുറയും. കുറഞ്ഞ് അവര് ഐദർ 12 അല്ലെങ്കിൽ 13 ആ ഒരു റേഞ്ചിലാണ് ഇവർ എത്തുന്നത്. അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ഇത്. ഞാനിപ്പോ H2ന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള I2ന്റെയും HIയുടെയും ഒക്കെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അത് നോക്കാം. ഇതാ നോക്കിക്കോളൂ. ഇതായിരുന്നു I2. I2ന്റേത് ആഡ് ചെയ്തപ്പോ ഇത്രയുമായി. അത് പിന്നീട് കുറഞ്ഞ് ഇതാ ഈ ഒരു വാല്യൂലെത്തി. ഇവിടെയാണ് അപ്പൊ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ അല്ലേ? നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ ഇതായത് നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം തന്നെയല്ല ഫൈനൽ ആകുമ്പോഴുള്ള ഇക്വിലിബ്രിയം. ആ ഒരു ഫൈനലുള്ള ഇക്വിലിബ്രിയത്തിലെ കോൺസെൻട്രേഷനും ഇനീഷ്യൽ ആയിരുന്നപ്പോഴുള്ള ഇക്വിലിബ്രിയത്തിൽ ആ ഒരു കോൺസെൻട്രേഷൻ ഓഫ് മിക്സ്ചർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇത് തന്നെ നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് ക്യൂസിയുടെ ടേംസിൽ പറയാം. റിയാക്ഷൻ കോഷ്യന്റ് ക്യൂസിയുടെ ടേംസിൽ ഓക്കെ നമ്മുടെ ഇക്വേഷൻ എഴുതാം. നമ്മുടെ QC എന്ന് പറയുന്നത് HIയുടെ സ്ക്വയർ HIയുടെ സ്ക്വയർ ബൈ H2 into I2. ഓക്കെ, ഇനി നോക്കിക്കോളൂ. നമ്മളിവിടെ H2 ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു റിയാക്ഷനില് H2 ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മുടെ ആ ടോപ്പിൽ കിടക്കുന്ന QC എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അത് കുറഞ്ഞ് QC എന്താകും? ലെസ് ദാൻ KC ആകും. KCയേക്കാൾ കുറവാകും. H2 ആഡ് ചെയ്യുമ്പോഴത്തേനും QC എന്താകും? ലെസ് ദാൻ KC ആകും. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു QC ലെസ് ദാൻ KC, QC ഗ്രേറ്റർ ദാൻ KC, QC ഈക്വൽ ടു KC. ആ ഒരു കേസിലൊക്കെ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് നമ്മൾ കണ്ടതാ. അപ്പൊ QC ലെസ് ദാൻ KC ആണെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് പോവുക? ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും പോവുക. ഓക്കെ, അത് മറന്നു പോവരുത്. ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെയും വരുന്നുണ്ട് QCയുടെയും. അപ്പോ ഒന്നുകൂടെ നോക്കുക. QC
ലെസ് ദാൻ കെ സി ആണെങ്കിൽ അവർ ഏത് ഡയറക്ഷനിലായിരിക്കും പോവുക? ഫോർവേഡ്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ അവർ ഏത് ഡയറക്ഷനിൽ പോകും? ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. ഓക്കെ, അപ്പോ ഇനി എന്റെ എയിം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ് കൂട്ടേണ്ടത്. പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു, ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ശ്രമിക്കുക? പ്രൊഡക്റ്റിനെ നമുക്ക് കൂട്ടാനാണ് ശ്രമിക്കുക. ആ പ്രൊഡക്റ്റിനെ കൂട്ടണമെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷനിൽ എന്ത് ചേഞ്ച് വരുത്തിയാൽ മതി? ഇതാ നോക്കിക്കേ, H2 + I2 ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2HI. ഇതിൽ എനിക്ക് എന്റെ എയിം എന്ന് പറയുന്നത് 2HI സോറി HIയുടെ എമൗണ്ട് കൂട്ടണം. HIയുടെ എമൗണ്ട് കൂട്ടണമെങ്കിൽ ഇത് ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോകണം. ഫോർവേഡ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് H2O അല്ലെങ്കിൽ I2O ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പം അവരെ കൺസ്യൂം ചെയ്യുന്ന റിയാക്ഷൻ ഇക്വിലിബ്രിയം ആ സിസ്റ്റം തന്നെ സെറ്റപ്പ് ചെയ്തോളും. അപ്പൊ അത് കൺസ്യൂം ചെയ്യുന്ന ഫോർവേഡ് ഡയറക്ഷനോട്ട് പൊക്കോളും. അതൊരു കേസ്. അതായത് റിയാക്ടിങ് സബ്സ്റ്റൻസിനെ ആഡ് ചെയ്താൽ നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ പോകാം. അതൊരു കേസ്. വേറൊരു കേസ്, നമുക്ക് ഉണ്ടാവുന്ന ആ പ്രൊഡക്റ്റ് കുറച്ചാലും പോരെ. അത് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റിനെ മാറ്റി മാറ്റി വിടുക. അപ്പൊ പ്രൊഡക്റ്റ് കുറയുവാണ്. പ്രൊഡക്റ്റ് കുറയുമ്പോൾ പ്രൊഡക്റ്റ് കൂട്ടാൻ സിസ്റ്റം നോക്കും. അത് ഏത് ഡയറക്ഷനിലാണ് കൂടുക? ഫോർവേഡ് ഡയറക്ഷനിൽ പൊക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് മാക്സിമം പ്രൊഡക്റ്റ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയി അല്ലെ? അപ്പൊ അത് വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. ഒരു ഗേഷ്യസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അവരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ അമോണിയയുടെ കേസിൽ അമോണിയ ഫോം ചെയ്യുമ്പോൾ N2 + 3H2 giving 2NH3 അമോണിയയെ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ അതിനെ ലിക്വിഫൈ ചെയ്ത് നമ്മൾ ആ റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ഡയറക്ഷൻ പൊക്കോണ്ടിരിക്കും. ഫോർവേഡ് ഡയറക്ഷൻ പൊക്കോണ്ടിരിക്കുക എന്ന് വെച്ചാൽ എന്താ? അമോണിയ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞപ്പോൾ HI ആണ് എനിക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത് കാൽഷ്യം കാർബണേറ്റ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് CaO. ഈ ഒരു കേസ് കാൽഷ്യം കാർബണേറ്റ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് CaO + CO2. ഈ ഒരു റിയാക്ഷന്റെ അകത്ത് എനിക്ക് CaO ആണ് കൊമേഴ്സ്യലി പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ഈ CaCO3യുടെ കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ CO2 ഒരു ഗേഷ്യസ് സിസ്റ്റം അല്ലേ? ഈ ഗേഷ്യസ് സിസ്റ്റം ഈ CO2നെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ CO2 ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇവരെന്ത് നടത്തിക്കോളും? ഫോർവേഡ് റിയാക്ഷൻ നടത്തിക്കോളും. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആയതുകൊണ്ട് എളുപ്പത്തിൽ അതിനെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ ഇവര് ഫോർവേഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുന്ന ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പൊക്കോളും. ഓക്കെ, ക്യൂസിയുടെ ടേംസിൽ പറയാൻ പഠിക്കണം. ക്യൂസിയുടെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു QC < KC ആക്കുവാണെങ്കിൽ അവിടെ ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ കോൺസെൻട്രേഷന്റെ കാര്യമല്ല, ഇപ്പൊ നമ്മൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകും. ഇത്രേ ഉള്ളൂ. നമ്മൾ ഒന്നെങ്കിൽ റിയാക്ടന്റിനെ കൂട്ടുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് പ്രൊഡക്റ്റിനെ ഫോം ചെയ്യുന്ന ആ ഫോർവേഡ് ഡയറക്ഷൻ ഫേവർ ചെയ്യാൻ പറ്റും. ഇനി ഇത്രയും കാര്യം ഓർത്താൽ മതി. റിയാക്ടന്റ് കൂടിയാൽ റിയാക്ടന്റിനെ കുറയ്ക്കാനുള്ള ഡയറക്ഷനിലോട്ട് സിസ്റ്റം പോകും. റിയാക്ഷനെ കുറയ്ക്കാന്ന് വെച്ചാൽ റിയാക്ഷൻ കൺസ്യൂം ചെയ്യുന്ന, നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിലെ കൂടുതലും റിയാക്ഷൻസ് റിയാക്ടന്റ് കുറയാൻ ചാൻസ് ഉള്ളത്, കാരണം അവരെ കൺസ്യൂം ചെയ്യുവാണ്. ഇനി ഞാൻ പ്രൊഡക്റ്റ് ആണ് കൂട്ടുന്നതെങ്കിൽ റിയാക്ഷൻ അതിനെ കുറയ്ക്കാൻ നോക്കും. പ്രൊഡക്റ്റ് കുറയുക എന്ന് വെച്ചാൽ ഏതായിരിക്കും? റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളൊരു എക്സ്പെരിമെന്റ് പറയുവാണ്. ഈ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആകാനായിട്ട് ഇവിടെ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് പറയുവാണ്. നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ നോക്കിക്കേ. ഈ ഒരു റിയാക്ഷൻ കണ്ടില്ലേ? Fe3+ SCN- ഗിവിംഗ് FeSCN2+. ഇതിൽ ഓരോന്നിന്റെ കളർ നോക്കുക. Fe3+ യെല്ലോ,
SCN- കളർലെസ്, FeSCN2- ഡീപ്പ് റെഡ്. ഓക്കെ, ഇതിന്റെ KCയും ഞാൻ എഴുതി. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഈ റിയാക്ഷൻ ഫോർവേഡിൽ പൊക്കോണ്ടിരിക്കുവാണ് അല്ലെ. നമ്മൾ ആദ്യം ഈ റിയാക്ഷൻ ഇങ്ങനെ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത് ഫോർവേഡിൽ പോവാണ്. അപ്പോ ഇവിടെ ഇന്റൻസിറ്റി ഓഫ് റെഡ് കളർ കോൺസ്റ്റന്റ് ആവുന്നത് വരെ, ഈ ഒരു ഡീപ്പ് റെഡ് ആയിട്ടുള്ള കളർ കോൺസ്റ്റന്റ് ആവുന്നത് വരെ ആ റിയാക്ഷൻ അങ്ങ് പോയി. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഇന്റൻസിറ്റി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് ആ ഒരു നോർമൽ കേസ്. ഇനി ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു റിയാക്ഷനെ Fe3+ഉം SCN- കൂടെ കമ്പൈൻ ചെയ്ത് FeSCN2+ ആയി. ഇപ്പൊ നല്ല ഡീപ്പ് റെഡ് കളർ കിട്ടി. അങ്ങനെ ഒരു റെഡ് വീണ്ടും വീണ്ടും കൂടി ലാസ്റ്റ് അത് ഒരു കോൺസ്റ്റന്റ് കണ്ടീഷനിൽ അങ്ങ് എത്തി. അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ കുറച്ച് ചേഞ്ചസ് അങ്ങ് വരുത്താൻ പോവാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കുറച്ച് ചേഞ്ചസ് അങ്ങ് വരുത്താൻ പോവാണ്. അത് എന്ത് ചേഞ്ചസ് ആണ് ഞാൻ വരുത്താൻ പോകുന്നതെന്ന് വെച്ചാല്, ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്, നമ്മള് ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു റിയേജന്റ് ആഡ് ചെയ്തു ഇതിലോട്ട്. ഇങ്ങനെ ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു റിയാക്ഷനിലോട്ട് ഞാൻ എക്സ്ട്രാ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു റിയേജന്റിനെ ആഡ് ചെയ്തു. ഈ റിയേജന്റ് എന്റെ റിയാക്ഷനിൽ നിന്നും Fe3+ അങ്ങ് എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ റിയേജന്റിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്സാലിക് ആസിഡ് ആണ് ഞാൻ അവിടെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ എന്താണ് ആഡ് ചെയ്യുന്നത്? ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്യും. ഓക്സാലിക് ആസിഡ് ഞാൻ കൊടുക്കാം. ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേനും ആ ഓക്സാലിക് ആസിഡ് എന്ത് ചെയ്യും? Fe3+ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ Fe3+ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ Fe3+ന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? അത് കൂട്ടാൻ നോക്കും. അത് കൂട്ടണമെങ്കിൽ ഏത് ഡയറക്ഷനിലോട്ട് പോകണം? റിവേഴ്സ് റിയാക്ഷനിലോട്ട് പോകണം. ഓക്കെ, ഇനി ഞാൻ SCN- റിമൂവ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് ആഡ് ചെയ്യുന്നത് വെക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. HgCl2 മെർക്കുറി ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, HgCl2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ റിയാക്ടറിൽ നിന്ന് ആര് വന്ന് എടുത്തുകൊണ്ട് പോകും? SCN- എടുത്തുകൊണ്ട് പോകും. അപ്പൊ SCN- കോൺസെൻട്രേഷൻ ഇവിടെ കുറയും. അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് റിയാക്ഷൻ ഓടണം അല്ലേ? അങ്ങനെ ആകുമ്പോൾ SCN- വീണ്ടും ഫോം ചെയ്തോളും. ഓക്കെ, ഇനി വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കേസ്, അതായത് ഈ ഒരു കോംപ്ലക്സിനെ എനിക്ക് കൂട്ടാം. SCN2+ന്റെ അളവ് എനിക്ക് കൂട്ടിക്കൊടുക്കാം. അത് കൂട്ടുമ്പോൾ അത് കുറയ്ക്കാൻ സിസ്റ്റം നോക്കും. അപ്പോഴും എന്ത് ചെയ്യും? റിവേഴ്സ് റിയാക്ഷനിലോട്ട് പൊക്കോളും. ഓക്കെ അല്ലേ? അപ്പൊ അവിടുത്തെ ആ ഡീപ്പ് റെഡ് കളർ കാണുവോ? ഇല്ല, കാരണം അത് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കുറഞ്ഞു അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. അതാണ് എക്സ്പെരിമെന്റ്. നമുക്ക് ഓരോ റിയേജന്റ് എക്സ്ട്രാ ഒരു റിയേജന്റ് ആഡ് ചെയ്തിട്ട് ഓരോ റിയാക്ടിന്റെ കോൺസെൻട്രേഷനോ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനോ ഒക്കെ ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്താലും അറ്റ് ലാസ്റ്റ് സിസ്റ്റം ശ്രമിക്കുക ആ ഒരു ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കൗണ്ടറാക്ട് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? അതൊരു ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞേക്കുന്നതെന്നുള്ളൂ, അത് കാര്യമാക്കണ്ട. ഇനി നമുക്ക് വേണ്ടത് എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച്. അതൊന്ന് ശ്രദ്ധിച്ചത് കേൾക്കണം, കാരണം നമ്മൾ ഇത്രയും പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓടിച്ചുവിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ചിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് നമ്പർ ഓഫ് മോൾസിന്റെ ചേഞ്ച് വെച്ച് നോക്കിയാൽ മതി. എന്താണ്? നമ്പർ ഓഫ് മോൾസിൽ ഉണ്ടാവുന്ന ചേഞ്ച് വെച്ച് നോക്കിയാൽ മതി നമുക്ക് പ്രഷർ ചേഞ്ചിൽ ഉണ്ടാവുന്ന ആ ഒരു എഫക്റ്റ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോ നമ്മുടെ റിയാക്ഷനില് Na, Nb ഇതാണ് എന്റെ ഇക്വേഷൻ. ഇതില് ഈ N എന്നൊക്കെ പറയുകയാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒരു ഗേഷ്യസ് റിയാക്ടൻസിന്റെയോ ഗേഷ്യസ് പ്രൊഡക്ട്സിന്റെയോ ഈ നമ്പർ ഓഫ് മോൾസിന്റെ ടോട്ടൽ എന്ന് വെച്ചാൽ ഇതിൽ N1ഉം N2ഉം ആഡ് ചെയ്യുന്നതാണ് റിയാക്ടിന്റെ സൈഡിലെ നമ്പർ ഓഫ് മോൾസ്. N3ഉം N4ഉം ആഡ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റിന്റെ സൈഡിലെ നമ്പർ ഓഫ് മോൾസ്.
ആ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒന്നെങ്കിൽ സെയിം ആകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആകാം. ഓക്കെ, സെയിം ആയാൽ അത് ഇക്വിലിബ്രിയം നമുക്കിപ്പോ കാണാം. സെയിം ആവുന്നതും ഡിഫറെന്റ് ആവുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മളിവിടെ പ്രഷർ ചേഞ്ചസ് കൂടുതലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സും എടുത്തിട്ടാണ് പ്രഷർ ചേഞ്ചിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിലോട്ട് നമുക്ക് പോകാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ പ്രഷർ ചേഞ്ച് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക? വോളിയം ചേഞ്ച് ചെയ്യുമ്പോഴാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി വി ഈക്വൽ എ കോൺസ്റ്റന്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ, വോളിയം ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രഷർ ചേഞ്ച് ചെയ്യുന്നത്. ഇവർ നമ്മളുടെ റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷനുമാണ്. ഇത് നമ്മള് ഗ്യാസ് ലോസ് എന്നുള്ള ചാപ്റ്റർ ഇല്ലേ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ അകത്ത് പറയുന്നതാണ്. പി വി ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വോളിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആര് ചേഞ്ച് ചെയ്തോളും? പ്രഷർ ചേഞ്ച് ചെയ്തോളും. അപ്പൊ നമ്മൾ സോളിഡ്സിന്റെയോ ലിക്വിഡ്സിന്റെയോ കേസിൽ ഈ പ്രഷർ ചേഞ്ച് നമ്മൾ അധികം ഒബ്സർവ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം അവർ നമ്മൾ കൂടുതലും സോളിഡും ലിക്വിഡും നമ്മൾ കൂടുതലും കോൺസെൻട്രേഷനിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞായിരുന്നു ഗേഷ്യസ് സിസ്റ്റത്തിലാണ് നമ്മൾ പ്രഷറിന്റെ യൂസ് കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പോ സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസിൽ ഈ പ്രഷർ എന്ന് പറയുന്നത് നിയർലി എന്തായിട്ട് നമുക്ക് എടുക്കാം? ഇൻഡിപെൻഡന്റ് ആണെന്ന് എടുക്കാം. സോളിഡും ലിക്വിഡിലും നിയർലി ഇൻഡിപെൻഡന്റ് ആണ്. എന്തിനെ? പ്രഷറിനെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഗേഷ്യസ് സിസ്റ്റത്തിലാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രഷർ ചേഞ്ച് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത് ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലാണ്. ഓക്കെ, ഇതാ നോക്കോളൂ. ഇതാണ് ഞാൻ പറഞ്ഞൊരു റിയാക്ഷൻ. CO plus 3H2 in equilibrium with CH4 plus H2O. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ. ഇവിടെ 3, ഇവിടെ 1 അല്ലേ? അപ്പൊ 3 + 1 ഈ സൈഡിൽ 4. ഇവിടെ 1, ഇവിടെയും 1. അപ്പൊ 1 + 1 ഈ സൈഡിൽ 2. അന്ന് ചുമ്മാ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഞാൻ എന്തിനാ പറയാം നമുക്ക് കണ്ടുവച്ചേരെ. ഓക്കെ, അപ്പൊ ഇവിടെ 4 മോൾസ് ഓഫ് റിയാക്റ്റൻസും 2 മോൾസ് ഓഫ് പ്രൊഡക്ട്സും ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോ ഞാനിവിടെ ആദ്യം ഒരു ചേഞ്ച് വരുത്തുവാണ്. ഞാൻ ഈ വോളിയം എന്ന് പറയുന്നത് നേരെ പകുതിയാക്കി, V/2 ആക്കി. അപ്പോ എന്റെ പ്രഷർ എന്തായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇത് നേരെ പകുതി ആകുമ്പോൾ പ്രഷർ നേരെ ഇരട്ടിയാകും, ഡബിൾ ആകും. ഓക്കെ, അപ്പോ പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നെ ആ മിക്സ്ചർ ഇക്വിലിബ്രിയത്തിലാണോ? അല്ല. അവരെന്ത് ചെയ്യാൻ നോക്കും? ആ പ്രഷറിനെ കുറയ്ക്കാൻ നോക്കും. ഇവിടെ പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ അത് കുറയണമെങ്കിൽ അതിനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. നമ്പർ ഓഫ് മോൾസ് നോക്കുക. എന്താണ്? നമ്പർ ഓഫ് മോൾസ് നോക്കുക. പ്രഷർ കൂടുക എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസ് കൂടുക എന്നാണ്. അതാണ് നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം. പ്രഷറും നമ്പർ ഓഫ് മോൾസും ഡയറക്റ്റ് റിലേഷൻ ആണ്. പ്രഷർ കൂടിയാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലായിരിക്കും. പ്രഷർ കുറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ നമ്പർ ഓഫ് മോൾസ് വെച്ച് നോക്കിയാൽ മതി. ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ഈ ഒരു എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ നോക്കിക്കേ, എന്റെ പ്രഷർ ഇവിടെ കൂടുവാണ്. പ്രഷർ കൂടുക എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഇവിടെ കൂടി നിൽക്കുവാണ്. അപ്പോ സിസ്റ്റം ഞാൻ പ്രഷർ കൂട്ടിക്കൊടുത്തതാണ്. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ആ പ്രഷർ അത്ര അങ്ങ് കൂടി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരതിനെ കുറയ്ക്കാൻ നോക്കും. കുറയ്ക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിലോട്ട് പോകും റിയാക്ഷൻ. ഇവിടെ 4 ആയിരുന്നത് 2 അല്ലേ? അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷൻ ഏതാണ്? ഫോർവേഡ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലോട്ട് പോകും? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോകും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്ത് വെക്കുക. ഗേഷ്യസ് ആയിട്ടുള്ളവരുടെ എടുക്കണേ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തോണം. ഇവിടെ ഒരു സോളിഡ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കൂടെ കൂട്ടരുത്. ഗേഷ്യസ് ആയിട്ടുള്ള മോളിക്യൂളിന്റെ മാത്രമേ നമ്പർ ഓഫ് മോൾസ് കൂട്ടാവുള്ളൂ. അത് തെറ്റിപ്പോവരുത്. നമുക്ക് ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഒരു സോളിഡ് ഇടയ്ക്കിട്ട് തരും. സോളിഡിനെ മൈൻഡ് ചെയ്യുകയേ വേണ്ട. ഗേഷ്യസ് സിസ്റ്റത്തിനെ മാത്രം മൈൻഡ് ചെയ്താൽ മതി. അപ്പോ നമ്മളൊരു ഗേഷ്യസ് റിയാക്റ്റൻസിന്റെയും
ഗേഷ്യസ് പ്രൊഡക്ട്സിന്റെയും രണ്ടുപേരുടെയും രണ്ട് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കും. എന്നോട് ക്വസ്റ്റ്യനിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് നേർപകുതിയായി V/2 ആയി, അങ്ങനാണെങ്കിൽ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലോട്ട് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം വോളിയം നേർപകുതിയാകുമ്പോൾ പ്രഷറിന് എന്താണ് ചേഞ്ച് എന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഈ ഞാൻ പറഞ്ഞത് ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന്. അപ്പൊ ചിലപ്പോൾ അവർ വോളിയത്തിന്റെ ടേംസിൽ തന്നിട്ട് നമ്മളോട് പ്രഷറിന്റെ ചേഞ്ച് പറയാൻ പറയും. അപ്പൊ നമ്മൾ അറിയണം പിയും വിയും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ ചോദിക്കാം, എനിക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മള് വോളിയം എന്ത് ചെയ്തു, W ചെയ്തു, അങ്ങനാണെങ്കിൽ പ്രഷറിന്റെ ചേഞ്ച് എന്താണ്? അപ്പൊ പ്രഷർ എന്തായിട്ട് മാറും? നേർപകുതിയായിട്ട് മാറും അല്ലെ? അതായത് പ്രഷർ ഇവിടെ കുറയും. പ്രഷർ കുറയുമ്പോൾ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കൂട്ടാൻ ഇവിടെ ഏത് ഡയറക്ഷനിലോട്ട് പോകണം? ഇവിടെ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലോട്ട് പോകണം. ഈ കേസിൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷൻ ഏതാണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ വോളിയത്തിന്റെ ടേംസിലും നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രഷറിന്റെ ടേംസിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇത് തന്നെ നമുക്കൊരു റിയാക്ഷൻ കോഷ്യന്റ് വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അതും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കേസിലും റിയാക്ഷൻ കോഷ്യന്റ് വെച്ചിട്ട് കോൺസെൻട്രേഷൻ ചേഞ്ച് നമ്മൾ പറഞ്ഞു QC ലെസ് ദാൻ KC ആവുന്നു. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു? ഫോർവേഡ് ഡയറക്ഷൻ നടക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളില് ഇതാണ് എന്റെ QC, ഇതല്ലേ QC. ഇവിടെ വോളിയം ആയിരുന്നു ഹാഫ് ആക്കിയത്, അപ്പോ പ്രഷർ ഇൻക്രീസ് ചെയ്തു. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ കൂടെ നമ്മുടെ കോൺസെൻട്രേഷനും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് ഓർത്തോണം. പ്രഷർ കൂടുമ്പോൾ ആരും കൂടുന്നുണ്ട്? കോൺസെൻട്രേഷനും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേനും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നത്? ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ അല്ലേ കൂടുന്നത്. അപ്പൊ ഈ QC എന്ത് ചെയ്യാൻ തുടങ്ങും? ലെസ് ദാൻ ആകും. അപ്പോ QC ലെസ് ദാൻ KC ആവുന്ന കേസ് ഏത് റിയാക്ഷൻ ആണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് QC ടേംസിലൊക്കെ പറഞ്ഞേക്കുന്നു. ഇതിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞേക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, C+CO2 സൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്തു, ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചേഞ്ച് ആണ് നമ്മുടെ റിയാക്ഷനിൽ ഉണ്ടാവുക? പ്രഷർ, അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. കണ്ടോ, ഇവിടെ നമ്മൾ തെറ്റിക്കാൻ സോൾഡ് തന്നിട്ടുണ്ട്, അതിനെ മൈൻഡ് ചെയ്യണ്ട. ഇവിടെ 1ഉം ഇവിടെ 2ഉം പ്രഷർ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ റിയാക്ഷൻ എന്ത് ചെയ്യാൻ നോക്കും? ആ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ നോക്കും. പ്രഷർ ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിൽ പോകണം? നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിൽ പോകണം. നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷൻ ഏതാണ്? റിവേഴ്സ് റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോ പ്രഷറിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നാൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? അവിടെയുള്ള നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് നോക്കിയാൽ മതി. ഇനി നമ്മളൊരു ഇനേർട്ട് ഗ്യാസ്, അടുത്തത് ഇപ്പൊ നമ്മള് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓഫ് പ്രൊഡക്ട്സോ ചേഞ്ച് ചെയ്താലുള്ളത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് പ്രഷറിന്റെ കാര്യം. പ്രഷറിന്റെ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ്. ഇനി എഫക്ട് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ. ഒരു ഇനേർട്ട് ഗ്യാസ് നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇനേർട്ട് ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ? റിയാക്ഷൻ ഒന്നും പങ്കെടുക്കാത്ത, നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റത്തെ ഗ്രൂപ്പ് 18 ആളാണ് ഇനേർട്ട് ഗ്യാസ്. ആ ഇനേർട്ട് ഗ്യാസ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ അവര് റിയാക്ഷനിൽ പങ്കെടുക്കുകയല്ല. പങ്കെടുക്കാത്ത ഒരാൾക്ക് ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ? ഇല്ല. ഇക്വിലിബ്രിയം അതുപോലെ തന്നെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കും. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഞാൻ ഒരു റിയാക്ഷൻ കൊണ്ട് ഞാൻ ആർഗൺ ആഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ ഒരു റിയാക്ഷനിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്ന് വെച്ചാൽ നോ ചേഞ്ച്, ദ ഇക്വിലിബ്രിയം റിമൈൻസ് അൺഡിസ്റ്റർബ്ഡ്. കാരണം ഈ ഒരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതിലൂടെ അവിടെ പ്രഷറിനോ ഒരു കോൺസെൻട്രേഷനോ വോളിയത്തിനോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ ഒരു ചേഞ്ചും വരുത്തുകയില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന ഗ്യാസ് ഒരു റിയാക്ടന്റോ പ്രൊഡക്റ്റോ ആണെങ്കിൽ മാത്രമാണ്, നമ്മുടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടന്റോ പ്രൊഡക്റ്റോ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമ്മുടെ ഇക്വിലിബ്രിയം അവിടെ ഡിസ്റ്റർബ്ഡ് ആവുകയുള്ളൂ. ഓക്കെ, അടുത്തത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്.
ഇത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ടെമ്പറേച്ചർ ഇച്ചിരി കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കണം. ഞാനിപ്പോ ആദ്യം ജസ്റ്റ് പറഞ്ഞു തന്നിട്ട് ടെക്സ്റ്റില് ഇത് വായിക്കാം. നമ്മൾ മെയിൻ ആയിട്ടും ടെമ്പറേച്ചറില് 2 പ്രോസസ്സ് പറയും, എക്സോതെർമിക്കും എൻഡോതെർമിക്കും. എക്സോ, എൻഡോ, ഇങ്ങനെ 2 എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും, അങ്ങനെ 2 റിയാക്ഷൻ ആണ് നമ്മൾ ടെമ്പറേച്ചറിൽ പറയുക. ഇതിൽ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുവാണ്, ഹീറ്റ് റിലീസ്ഡ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഹീറ്റ് അബ്സോർബ്ഡ്. ഓക്കെ. പിന്നെ ഈ എക്സോതെർമിക്കില് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, എൻഡോതെർമിക്കില് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഫോർവേഡ്, ഞാനിപ്പോ ഇത്ര നിങ്ങൾ മനസ്സിലായല്ലോ. ഈ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ അത് ടെമ്പറേച്ചർ ഹൈ ആയിട്ട് നിൽക്കുക, കാരണം ടെമ്പറേച്ചർ റിലീസ് ചെയ്യുക. ഇപ്പൊ ഈ എക്സോതെർമിക് എന്ന് വെച്ചാൽ അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ആ സിസ്റ്റത്തിന്. ടെമ്പറേച്ചർ ഇവർക്ക് കൂടുതലായിരിക്കും എക്സോതെർമിക് എന്ന് പറയുമ്പോൾ, കാരണം അവിടെ ടെമ്പറേച്ചർ റിലീസ് ചെയ്യുവാണ്. ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും, കാരണം അവിടെ ഹീറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്യുവാണ്. പുറത്തോട്ട് നമുക്കൊരു ടെമ്പറേച്ചർ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യം ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് റിലീസ്ഡ് ആണ്. എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. പിന്നെ എക്സോതെർമിക്കില് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. അതുപോലെ അവരുടെ ടെമ്പറേച്ചർ റിയാക്ഷൻ എക്സോതെർമിക് ആണെന്ന് വെച്ചാൽ ഇപ്പം ഫോർവേഡിലുള്ള എക്സോതെർമിക് ആണെന്ന് വെച്ചാൽ ആ ഫോർവേഡിലുള്ള ടെമ്പറേച്ചർ കൂടുതലാണ് എന്നാണ് അർത്ഥം. ഓക്കെ. പിന്നെ എൻഡോതെർമിക്കിലോട്ട് വരുമ്പോൾ അവിടെ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്, അവരുടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, അവരുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പോ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ റിവേഴ്സ് റിയാക്ഷന് ഉറപ്പായിട്ടും എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അതൊന്ന് ഓർക്കുക. ഓക്കെ, എന്റെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ എന്റെ റിവേഴ്സ് റിയാക്ഷൻ എന്താണ്? എൻഡോതെർമിക് ആണ്. തിരിച്ച് ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഓക്കെ, ഇത്ര ഒരു ജനറൽ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനിയാണ് നമ്മൾ ചേഞ്ചസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അത് 2 കേസ് ആയിട്ട് എടുക്കുവാണ്. ഫസ്റ്റ് കേസിൽ രണ്ട് കേസായിട്ട് നമുക്ക് പറയാം. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആവുന്നതും ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആവുന്നതും. ഫസ്റ്റ് കേസിൽ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. അതാണ് ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസ് എടുക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഓക്കെ, അങ്ങനെ ഒരു എക്സോതെർമിക് ആയിട്ട് പോകുന്ന ഒരു ഫോർവേഡ് റിയാക്ഷനിൽ ഞാൻ ടെമ്പറേച്ചർ കുറച്ചു. ഞാൻ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഞാൻ കുറച്ചു.
ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കും? ടെമ്പറേച്ചർ കൂട്ടാൻ ആര് നോക്കും? സിസ്റ്റം നോക്കും. ഇപ്പൊ ഞാൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് ഞാനാണ് ടെമ്പറേച്ചർ കുറച്ചതെങ്കിൽ സിസ്റ്റം ആ കുറഞ്ഞതിൽ നിൽക്കുകയല്ല, അവർക്ക് കൂട്ടണം. ഇപ്പൊ ടെമ്പറേച്ചർ കൂട്ടാനാണ് നോക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നത് ഏത് റിയാക്ഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത്? എക്സോതെർമിക്കിലാണ് ടെമ്പറേച്ചർ ഹൈ. അപ്പൊ ടെമ്പറേച്ചർ കൂടുക എന്ന് വെച്ചാൽ അത് ഏത് റിയാക്ഷൻ ഉള്ള ഇതിലോട്ട് പോകണം? എക്സോതെർമിക് റിയാക്ഷൻ ഫേവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഫോർവേഡ് റിയാക്ഷനിലെ എക്സോതെർമിക് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോ ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോയാലേ ടെമ്പറേച്ചർ കൂടുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം. ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ നമുക്ക് നോക്കാം. എ ഗിവിംഗ് ബി. ഇതിലെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണെന്ന് എനിക്ക് തന്നിട്ടുണ്ട്, അത് തരും. അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് നിങ്ങൾ നോക്കിയാലും മതി. ഇങ്ങനെ തന്നിട്ട് എനിക്ക് ഡെൽറ്റ എച്ചിന് ഒരു വാല്യൂ കൂടെ തന്നു കഴിഞ്ഞാൽ -5 എന്നുള്ള ഒരു വാല്യൂ കൂടെ തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് മനസ്സിലാക്കണം? ഫോർവേഡ് റിയാക്ഷന്റെ എക്സോതെർമിക് ആണെന്ന് മനസ്സിലാക്കണം. കാരണം ഫോർവേഡ് റിയാക്ഷനിൽ എക്സോതെർമിക്കൽ ഞാൻ പറഞ്ഞു ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന്. ഓക്കെ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുമുണ്ട്, ഒരു റിയാക്ഷനും തന്നിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് തന്നെ മനസ്സിലാക്കണം ഇത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പിന്നീട് ഉള്ള അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇത് ഏതാണ്, എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ല ഫോർവേഡ് എക്സോതെർമിക് ആണെന്ന് പറയാതെ ഡെൽറ്റ എച്ചും കൂടെ കാണിച്ചിട്ട് ഒരു റിയാക്ഷൻ തന്നു. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക്. ഓക്കെ, ഈ ഒരു കേസില് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മളൊരു ടെമ്പറേച്ചർ അതിനെ കുറച്ചു. ടെമ്പറേച്ചർ കുറച്ചപ്പോൾ ഇക്വിലിബ്രിയം ഏത് ഡയറക്ഷനിൽ പോകുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കുറച്ചാൽ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കും? ആ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. ടെമ്പറേച്ചർ കൂടുക എന്ന് വെച്ചാൽ അത് ഏത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷനിലോട്ട് പോവുക, അതാണ് സിസ്റ്റം ചെയ്യുന്നത്. ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ് കിടക്കുന്നത്? ഫോർവേഡ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. സോ നമ്മുടെ ഇക്വിലിബ്രിയം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടി. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യാൻ തുടങ്ങും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ സിസ്റ്റം നോക്കും. സിസ്റ്റം ഞാൻ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് എപ്പോഴും ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ആര് നോക്കും? സിസ്റ്റം നോക്കും. ടെമ്പറേച്ചർ കുറയുന്നത് ഏത് റിയാക്ഷനിലാണ്? എൻഡോതെർമിക് റിയാക്ഷനിലാണ് ടെമ്പറേച്ചർ കുറയുന്നത്. അപ്പൊ ഈ കേസിൽ എൻഡോതെർമിക് റിയാക്ഷനിലോട്ട് പോകാനാണ് സിസ്റ്റം നോക്കുന്നത്. എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണ്? ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ? ഫോർവേഡ് എക്സോ ആകുമ്പം ഉറപ്പായിട്ടും റിവേഴ്സ് ആയിരിക്കും എൻഡോ. അപ്പോ റിവേഴ്സ് റിയാക്ഷനിലായിരിക്കും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പോകുന്നത്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ ഒന്ന് ഇത് തറവാക്കിയിട്ട് വേണം ബാക്കി പോവാനായിട്ട്. ഞാൻ ഫോർവേഡ് എൻഡോതെർമിക് ആണെന്നൊരു കേസിൽ എടുത്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പൊ ഈ എക്സോയുടെ സ്ഥാനത്തല്ല ഞാൻ എൻഡോതെർമിക് എന്ന് കൊടുത്തു. ജസ്റ്റ് റിവേഴ്സ് ആണ് നടക്കുന്നത് കേട്ടോ. ഒരു കേസ് പറഞ്ഞു കാണിക്കാം. ഇവിടെ എന്റെ ഫോർവേഡ് റിയാക്ഷൻ എൻഡോ ആണ്, END. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ആ ഒരു ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആവുന്ന കേസിൽ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സിസ്റ്റം കുറയാൻ നോക്കും. സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും അല്ലെ? ഇവിടെ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എൻഡോതെർമിക് നടത്തണം. ഇവിടെ ഫോർവേഡ് തന്നെ എൻഡോതെർമിക് ആണ്. സോ ഫോർവേഡിലോട്ട് പോകും. ഇനി നേരെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ഓക്കെ, അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന കേസ് പറയാം. ഞാൻ ടെമ്പറേച്ചർ കുറച്ചു. സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. കൂട്ടാൻ നോക്കുക എന്ന് വെച്ചാൽ എക്സോതെർമിക് ആകാൻ നോക്കും. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ ഈ കേസിൽ എന്താണ്? റിവേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ ഇത്ര ഓർത്തു വെച്ചാൽ പിന്നെ സിമ്പിൾ ആയി. ടെമ്പറേച്ചർ ആണ് കേട്ടോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ബാക്കി അത്ര നമുക്ക് പാടില്ല. ടെമ്പറേച്ചർ കാര്യമാണ് കുറച്ച് കൺഫ്യൂസിങ്. ഇനി നോക്കാം. എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കോൺസെൻട്രേഷനിലോ പ്രഷറിലോ വോളിയത്തിലോ ഒക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം മിക്സ്ചർ ചേഞ്ച് ആകും. അതുപോലെ QC ആ കേസിൽ നോട്ട് ഈക്വൽ ടു KC ആണ്. ഓക്കെ, QC അവിടെ ചേഞ്ച് ആകും. അതുപോലെ തന്നെയാണ് നമ്മൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പോൾ അവിടുത്തെ
ഓക്കെ, ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷനിലും പ്രഷറിലും വോളിയത്തിലും ഒക്കെ ചേഞ്ച് വന്നാൽ നമ്മുടെ QC ആണ് ചേഞ്ച് ചെയ്യുന്നത്, QC. പക്ഷേ ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നാൽ അവിടെ KC ആണ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ആദ്യമേ പറഞ്ഞത് KC ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് എന്നാണ് എന്ന് നമ്മൾ 2-3 ക്ലാസ്സുകൾക്ക് മുന്നേ പറഞ്ഞു. KC ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, അത് ഓർത്തോളുക. അപ്പം KC ആണ് നമ്മളെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പം ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ. ബാക്കി എല്ലാ കേസിലും QC ആയിരുന്നു ചേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഡെൽറ്റ എച്ചിന്റെ കാര്യം പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ കൺഫ്യൂസിങ് ആക്കേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇത് വായിച്ച് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവണ്ട. ഇത്ര ഓർത്താൽ മതി. എക്സോതെർമിക് റിയാക്ഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ്. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഹൈ ആണ്, എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറവാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ആ റിയാക്ഷന്റെ റേറ്റിനും ചേഞ്ച് വരും കേട്ടോ. അതായത് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് KC മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നത്, നമ്മുടെ റിയാക്ഷന്റെ റേറ്റിലും ഇവർക്കൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ കുറച്ച് സ്പീഡിൽ നടത്താം. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ സ്ലോ ഡൗൺ ആയി പോകും. ഓക്കെ, അതായത് റേറ്റ് ഓഫ് റിയാക്ഷനിലും ആർക്കും റോൾ ഉണ്ട്, ടെമ്പറേച്ചറിനും റോൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഞാൻ ഈ എയും ബിയും ഒക്കെ വിട്ട് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഇതാ നോക്കോളൂ. N2 + 3H2 ഗിവിംഗ് 2NH3. ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ അതെന്താണെന്ന് പറയാം, എക്സോതെർമിക് ആണ്. ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും. ഓക്കെ, ഞാൻ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കും? ഈ ഒരു കേസ് മാത്രം നിങ്ങൾ ഇപ്പോൾ ഓർത്താൽ മതി. ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ എക്സോതെർമിക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഞാൻ കൂട്ടിയാൽ സിസ്റ്റം ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക്കിലോട്ട് പോകണം. ഇവിടുത്തെ എൻഡോതെർമിക് എന്ന് പറയുന്നത് ഏതാണ്? റിവേഴ്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഞാൻ കുറച്ചു, അപ്പൊ സിസ്റ്റം ആ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. ടെമ്പറേച്ചർ കൂടുന്ന ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സോതെർമിക് ആണ്. സോറി, എക്സോതെർമിക് ആണ്. ഇവിടുത്തെ എക്സോതെർമിക് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഫോർവേഡ് തന്നെയാണ്. ഓക്കെ അല്ലേ? അത്രയോട് പറഞ്ഞിട്ടുള്ളൂ. അതാണ് ആ സെന്റൻസ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. നമ്മളത് സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു. ഇനി ടെമ്പറേച്ചർ കുറയുമ്പോഴല്ലേ നമ്മൾ ഫോർവേഡ് ഡയറക്ഷൻ പോകാന്ന് ഇപ്പൊ പറഞ്ഞു നിർത്തി. പിന്നെ ഒരു കാര്യം പറയണം, ടെമ്പറേച്ചർ അധികം കുറച്ചു കഴിഞ്ഞാൽ അവിടുത്തെ റേറ്റും കുറയും. ഓക്കെ, അപ്പൊ ഈ അമോണിയയുടെ കേസിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ടെമ്പറേച്ചർ ഒത്തിരി കുറഞ്ഞാൽ അവിടുത്തെ റേറ്റ് കുറയും, റിയാക്ഷൻ സ്ലോ ഡൗൺ ആകും. അപ്പൊ അതിന് നമ്മൾ ഒരു എക്സ്ട്രാ ഒരാളെ ആഡ് ചെയ്യും, അല്ലെ ഒരാളെ യൂസ് ചെയ്യും. അതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പം റിയാക്ഷനിൽ പങ്കെടുക്കുകയൊന്നുമില്ല. അവർ ഇക്വിലിബ്രിയത്തിൽ ഒന്നും ചെയ്യത്തില്ല. അവർ ജസ്റ്റ് ആ റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യുള്ളൂ? കൂട്ടുകയുള്ളൂ. റിയാക്ഷന്റെ റേറ്റ് കൂട്ടാനേ അവർ സഹായിക്കുള്ളൂ ഒരു കാറ്റലിസ്റ്റ്. അപ്പം ടെമ്പറേച്ചർ അധികം കുറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഒരു മിനിമം ടെമ്പറേച്ചറിൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് ഇവിടെ അമോണിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് കാറ്റലിസ്റ്റ്. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ്, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. അതിന് ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ്, അത് കാര്യമാക്കേണ്ട, ഞാൻ ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാം. ഇവിടെ ഞാനൊരു NO2 ഗ്യാസ് എടുക്കുന്നു. ഓക്കെ, ഈ NO2 ഗ്യാസിന്റെ കളർ ബ്രൗൺ കളറാണ്. അത് ഡൈമർ വെച്ചാൽ രണ്ടും കൂടി ചേർന്ന് 2 NO2 ചേർന്ന് ഒരൊറ്റ N2O4 ആയിട്ട് മാറും. ഡൈമറൈസ് ചെയ്യും. ആ ഡൈമറൈസിന് കളർലെസ് ആണ്. ഇവര് കളർലെസ്, ഇവർക്ക് നോ കളർ, ഇവർക്ക് നോ കളർ, മറ്റവർക്ക് ബ്രൗൺ കളറാണ്. ഇനി നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ മതി, ഒരു ഫിഗർ കാണിച്ചേക്ക് നോക്കിയാൽ മതി. ആ ഫിഗർ വെച്ച് പറയാം. ഇതാ ഈ ഒരു ഫിഗർ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്, 3 ബീക്കറും എടുത്തിട്ടുണ്ട്,
1, 2, 3 3 ബീക്കർ. ആ 3 ബീക്കറിലും ഒരാളിൽ ഫ്രീസിങ് മിക്സ്ചർ, ഒരാളിൽ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ, ഒരാൾ വാട്ടർ അറ്റ് 363 കെൽവിൻ, കുറച്ച് ഹോട്ടാണ്, ഹോട്ട് വാട്ടർ എടുത്തേക്കുന്നു. ഫ്രീസിങ് മിക്സ്ചർ, നോർമൽ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ, പിന്നെ ഒരു ടെമ്പറേച്ചർ ഹൈ ഉള്ള ഒരു ഹോട്ട് വാട്ടർ എടുത്തേക്കുന്നു. ഇനി ഞാൻ 2 ടെസ്റ്റ് ട്യൂബിലും എന്റെ കയ്യിൽ NO2 ആണുള്ളത് കേട്ടോ. NO2 ആണ് എന്റെ 2 ടെസ്റ്റ് ട്യൂബിലും നിറച്ചിട്ടുള്ളത്. ആ NO2 ഉള്ള 2 ടെസ്റ്റ് ട്യൂബും ഞാൻ എവിടെ വെക്കുന്നു? ആദ്യം ഈ ബീക്കർ 2ൽ കൊണ്ടുവെക്കും. ബീക്കർ 2ൽ കൊണ്ടുവെക്കും. ഓക്കെ, കുറച്ചു നേരം 10 മിനിറ്റ്സ് വെച്ചു. എന്നിട്ട് അതിനുശേഷം ഒരാളെ ഞാൻ ബീക്കർ 1ലോട്ട് വിടും, ഒരാളെ ഞാൻ ബീക്കർ 2ലോട്ട് വിടുന്നു. ഓക്കെ, അപ്പോ ഈ ബീക്കർ 1ല് എന്താണ്? അവിടെ ടെമ്പറേച്ചർ കുറവാണ്, അവിടുത്തെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, ഇത് ഏതാണ് ഫോർവേഡ് റിയാക്ഷനില്? ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ എക്സോതെർമിക് ആണ്, അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, നമ്മൾ നോക്കാതെയാണ് പോയത്. ഇത് ഏത് എക്സോതെർമിക് ആണ് എൻഡോതെർമിക് ആണ് നോക്കാതെയാണ് പോയത് അല്ലേ? നോക്കിക്കേ, ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം അത് എന്ത് ചെയ്യാൻ നോക്കും? കൂട്ടാൻ നോക്കും. കൂട്ടാൻ നോക്കുക എന്ന് വെച്ചാൽ എന്താ? ഫോർവേഡ് റിയാക്ഷൻ നടക്കും അല്ലേ? അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കുക എന്ന് വെച്ചാൽ എന്താ? N2O4 കൂടും. N2O4 ആണ് അവിടെ കൂടുക. അതായത് അവിടുത്തെ കളർലെസ് ആയിട്ട് ആ സിസ്റ്റം മാറും. അതാണ് ഫസ്റ്റില്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് തന്നെ പറയാവുന്നേ ഉള്ളൂ. അത്ര ഇവിടെ പറയുന്നുള്ളൂ. ബീക്കർ 1ൽ എന്താണ് നടക്കുക? ലോ ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കുക എന്ന് വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്ന N2O4 പ്രിപ്പയർ ചെയ്യും. അപ്പൊ N2O4 എന്ന് പറയുന്ന കളർലെസ് ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് കളർ ഇല്ലാതെ ഫസ്റ്റ് ബീക്കർ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? കണ്ടോ, ഫസ്റ്റ് ബീക്കറിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കളർ ഇല്ലാതെ. ഇനി അടുത്ത തേർഡ് ബീക്കറിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേനും സിസ്റ്റം എന്താ നോക്കും? ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ടെമ്പറേച്ചർ കുറയുന്നത് ഏത് ഡയറക്ഷൻ ആണ്? റിവേഴ്സ് ഡയറക്ഷൻ ആണ്. അതായത് റിവേഴ്സ് ഡയറക്ഷൻ ആകുമ്പോൾ അവർക്ക് ബ്രൗൺ കളർ NO2 തന്നെയാണ് അവിടെ ഫോം ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങളെ ആ ഒരു പോയിന്റ് ഒന്നുകൂടെ തറവാക്കിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ് കേട്ടോ എക്സാമ്പിള്. എനിക്ക് വേറൊരു എക്സാമ്പിളോട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി കൂടുതൽ ആലോചിച്ചത് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയി. നിങ്ങളത് പഠിച്ചു. ടെമ്പറേച്ചർ നിങ്ങൾ നല്ലപോലെ പഠിച്ചു. ഇനി അടുത്തതാണ് കാറ്റലിസ്റ്റിന്റെ കാര്യം. എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താണ്? നമ്മള് ചിലർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ചിലർ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനൊരു നിങ്ങൾ റിയാക്ഷൻ കോർഡിനേറ്റ് ഇങ്ങോട്ട് എടുത്തു. ഞാൻ എനർജി എടുക്കുമ്പോൾ ഈ റിയാക്ടന്റ് ആക്ടിവേഷൻ എനർജി എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആക്ടിവേഷൻ എനർജി വെച്ചാൽ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവാൻ എടുക്കുന്ന എനർജി. അപ്പൊ നമ്മുടെ ഈ കാറ്റലിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ഈ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് റിയാക്ടന്റിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റും. അപ്പോ കുറച്ച് എനർജി കൊണ്ട് അവർക്ക് വേഗം പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റും. അതാണ് ഈ കാറ്റലിസ്റ്റിന്റെ യൂസ്. കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് റിയാക്ടന്റിനെ പ്രൊഡക്റ്റ് ആവാൻ സഹായിക്കുന്നു. അങ്ങനെ ആ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നൊരു ജോലിയാണ് കാറ്റലിസ്റ്റിനുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവര് പ്രത്യേകിച്ച് ഒരു ഇക്വിലിബ്രിയത്തിൽ ഒരു കാര്യത്തിൽ അഫക്ട് ചെയ്യുന്നില്ല. കാരണം ഇവര് ഫോർവേഡിലോട്ടുള്ള ആ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് റിവേഴ്സ് റിയാക്ഷനിലും ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവര് ചെയ്യുന്നത് ഒരേ ഫോർവേഡിലും റിവേഴ്സിലും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നില്ല? ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്നില്ല. അവരുടെ ജോലി എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക. അത് ഫോർവേഡിലാണെങ്കിലും കുറയ്ക്കും, റിവേഴ്സിലാണെങ്കിലും കുറയ്ക്കും. രണ്ടുപേരിലും ഒരേപോലെ ഇവര് കുറയ്ക്കും ആക്ടിവേഷൻ എനർജി. അതുകൊണ്ട് തന്നെ നമ്മൾ കാറ്റലിസ്റ്റിനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷനിലോ ഒന്നും നമ്മൾ ഇവരെ റെപ്രസെന്റ് ചെയ്യാറില്ല അല്ലെ? കാറ്റലിസ്റ്റ് നമ്മൾ ഒരിടത്തും റെപ്രസെന്റ് ചെയ്യാറില്ല. നമ്മൾ ഈ അമോണിയയുടെ എക്സാമ്പിൾ നോക്കുമ്പോൾ അമോണിയ നമ്മൾ കണ്ടതാണ്. അത് അമോണിയയുടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറച്ചാലേ അവർക്ക് ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷെ ടെമ്പറേച്ചർ ഒത്തിരി കുറച്ചു കഴിഞ്ഞാൽ അവിടുത്തെ റേറ്റ് എന്ത് ചെയ്യാൻ നോക്കും? കുറയും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറച്ചാൽ അവിടുത്തെ റിയാക്ഷന്റെ റേറ്റ് കുറയും. ഒത്തിരി നേരം എടുക്കും അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട്.
പക്ഷെ ഹൈ ടെമ്പറേച്ചർ നമുക്ക് കൊടുക്കാനും പറ്റുമല്ല. ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ അവിടെ റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഹെയ്ബർ എന്ത് ചെയ്തത്, ഒരു കാറ്റലിസ്റ്റ് കണ്ടുപിടിച്ചു. അതായത് അയൺ എന്ന് പറഞ്ഞ Fe ആണ്, നമ്മൾ അയൺ ആണ് ഇവിടെ ബോൺ ഹെയ്ബേഴ്സ് പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവരപ്പോ ഒരു മിനിമം ടെമ്പറേച്ചറിൽ നമുക്ക് കൊടുത്താൽ മതി, അവിടെ എന്ത് നടന്നോളും, റിയാക്ഷൻ സ്പീഡായിട്ട് നടന്നോളും. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നിങ്ങള് നമുക്കിപ്പോ ഈ 3 പേരെയും കൂടെ കണക്ട് ചെയ്ത്, നമ്മളിപ്പോ പഠിച്ച ഈ 3 എഫക്റ്റുകളെയും കണക്ട് ചെയ്തിട്ട് അമോണിയയുടെ കേസിൽ ഒന്ന് പറയാം. ഇതാ നോക്കിക്കോളൂ. N2 plus 3H2 giving 2NH3. ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, എന്റെ എയിം എന്ന് പറയുന്നത് അമോണിയയുടെ പ്രൊഡക്ഷൻ ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അതിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുത്താൻ കഴിയുക? കോൺസെൻട്രേഷനിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താം? N2ന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ N2 കുറയാനായിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ പോകും, അല്ലെങ്കിൽ H2ന്റെ അളവ് കൂട്ടാം, കോൺസെൻട്രേഷൻ കൂട്ടാം. ഓക്കെ, അതൊരു പോസിബിലിറ്റി. ഇനി പ്രഷറിന്റെ ടേംസിൽ എങ്ങനെയാ പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് നോക്കുക. ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. ഓക്കെ, ഫോർവേഡ് ഡയറക്ഷൻ വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷൻ അല്ലേ? അപ്പൊ പ്രഷർ കുറച്ചാൽ പോരെ? പ്രഷർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്രഷർ കൂട്ടുക. നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ സിസ്റ്റം ആണ് കുറയ്ക്കുന്നത്. ഓക്കെ, സിസ്റ്റം നമ്മൾ കൂട്ടുന്നു, അപ്പൊ സിസ്റ്റം കുറയ്ക്കും. സിസ്റ്റം കുറയ്ക്കാന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിലോട്ട് പോകും, അതായത് ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. അത് രണ്ടാമത്തേത്. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് അധികം കുറയ്ക്കാൻ പറ്റുമോ? ടെമ്പറേച്ചർ കുറയുന്നതാണ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അധികം കുറയ്ക്കാൻ പറ്റില്ല, ഒരു മിനിമം ടെമ്പറേച്ചർ എടുക്കുക. ഓക്കെ, ഇങ്ങനെ 3 കേസസ് ആണ് നമ്മൾ അമോണിയയുടെ കേസിൽ NH3യുടെ ഫോർമേഷനെ ഫേവർ ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ ആണ്, കാറ്റലിസ്റ്റിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു പ്രോസസ് ആണ് കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വനേഡിയം പെന്റോക്സൈഡ് V2O5. വനേഡിയം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം അതൊരു എക്സാമ്പിൾ ആയിട്ട്, കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട്. ഇവരും ചെയ്യുന്ന എന്ത് തന്നെയാണ്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് റിയാക്ഷൻ ഫാസ്റ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങിയത് ലേ ചാർലിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മളൊരു സിസ്റ്റത്തില് എന്തെങ്കിലും കണ്ടീഷൻസ് ചേഞ്ച് വരുത്തിയ സിസ്റ്റത്തിലെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആര് ചെയ്യാൻ നോക്കും? സിസ്റ്റം ചെയ്യാൻ നോക്കും. അങ്ങനെ ആ ചേഞ്ചിനെ ഇല്ലാതാക്കും. എന്നിട്ട് പിന്നെ പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് അവര് അറ്റൈൻ ചെയ്യുന്നു. അത് തന്നെ നമ്മൾ കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുന്നാലുള്ള എഫക്റ്റ് പറഞ്ഞു. പിന്നെ പ്രഷറിൽ ചേഞ്ച് വന്നാൽ അവിടെ നമ്പർ ഓഫ് മോൾസ് മാത്രം നോക്കിയാൽ മതി. ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ എക്സോതെർമിക് എൻഡോതെർമിക് എന്നുള്ള പോയിന്റ് ഓർക്കുക. പിന്നെ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോഴും ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഇപ്പൊ നാളത്തെ സെക്ഷൻ നമുക്ക് ഇതിന്റെ ലേ ചാർലിസ് പ്രിൻസിപ്പിളിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.